വണക്കം, വന്ദനം, നമസ്കാരം. ഗുഡ് മോർണിംഗ് ടു യു ആൾ. സ്വാഗതം ചെയ്യുകയാണ് ട്രേഡർ ഓപ്ഷൻ ട്രേഡറിലേക്ക്. ഞാൻ നിങ്ങളുടെ സ്വന്തം ഗുരുജി. ഞാനൊരു സെബി രജിസ്റ്റർ അഡ്വൈസർ അല്ല, അതുകൊണ്ട് തന്നെ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ സ്റ്റഡി പർപ്പസിനായിട്ട് യൂസ് ചെയ്യുക. ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ദിവസം 17-ാം തീയതി രാവിലെ, ഫെബ്രുവരി മാസം 2026 രാവിലെ 7:31 ആയിട്ടുണ്ട്. ക്ഷമ ചോദിക്കുകയാണ് വീണ്ടും. കാര്യം ചില വീഡിയോ അങ്ങനെ റെഗുലറായിട്ട് ഇടാൻ പറ്റുന്നില്ല. കാരണം ഞാനും വർക്ക് ചെയ്യുന്ന ആളാണ്. ഫീൽഡിൽ മാർക്കറ്റിലും സ്കൂളിലും ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ വീഡിയോ അങ്ങനെ എല്ലാ ദിവസവും ഇടാൻ പറ്റുന്നില്ല. പക്ഷേ ടെലഗ്രാം ചാനലിൽ ആക്റ്റീവ് ആയിരിക്കും. ടെലഗ്രാം ചാനലിൽ പറ്റുന്നത്, അതായത് 85% ആക്റ്റീവ് ആയിരിക്കും. ലൈവ് മാർക്കറ്റിൽ 99% ആക്റ്റീവാണ്. ഇപ്പോൾ വീഡിയോ ഇടാൻ പറ്റാത്ത ദിവസങ്ങളിൽ അതിൻ്റെ പോയിന്റ് ഓഫ് കൺട്രോളും അതിൻ്റെ നുവാൻസസും ഒക്കെ ആയിട്ട് ടെലഗ്രാം ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും രാവിലെ. അപ്പൊ ഇന്ന് കുറച്ച് സമയം കിട്ടിയോണ്ടാണ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. അതായത് ഈ റിവേഴ്സല് നമ്മൾ പറഞ്ഞിരുന്നു, ഇന്നലെ രാവിലെ ടെലഗ്രാം ചാനലിൽ പറഞ്ഞിരുന്നു. PE ഞാൻ നോക്കുന്നില്ല, ഞാൻ എൻ്റെ വ്യൂ ആണ് പറയുന്നത് പേഴ്സണലായിട്ട്. PE നോക്കുന്നില്ല. അതേപോലെ ഡേ ഓപ്പണിന്റെ മുകളിൽ നിന്നാൽ CE ബുൾസ് തിരിച്ചു വരും എന്ന് ഒരു വോയിസ് മെസ്സേജും ടെലഗ്രാം ചാനലിൽ ഇട്ടിരുന്നു. അത് എത്ര പേര് കേട്ടു, എത്ര പേര് അത് ഫോളോ ചെയ്തു, അല്ലെങ്കിൽ അത് പറഞ്ഞത് നോക്കിയായിരുന്നോ എന്നുള്ളത് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഈ റിവേഴ്സൽ കഴിഞ്ഞതിന് മുന്നിലത്തെ ദിവസം, അതായത് വെള്ളിയാഴ്ച ഈ റിവേഴ്സൽ ഇവിടുന്ന് കയറിയായിരുന്നു. ഇവിടുന്ന് ഈ 10:15 അപ്വേർഡ് കയറി. എന്നിട്ട് ഈ അപ്വേർഡിൽ ബുക്ക് ചെയ്യാൻ വിട്ടുപോയി. എന്നിട്ട് ഒരു 4-5 പോയിന്റിന്റെ ലാസ്റ്റിൽ ഇറങ്ങി, പിന്നെ ട്രേഡ് എടുത്തില്ല. അപ്പൊ എന്റെ അജണ്ട അല്ലെങ്കിൽ എന്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം ഒരു ട്രേഡ്, അത്രേ ഉള്ളൂ. ഇന്നലെ ഇത്രയും, അതായത് രാവിലെ തന്നെ ഇന്നലെ ഞാൻ CE കയറി, അതും ഗ്രൂപ്പിൽ ഇട്ടിരുന്നു. രാവിലെ തന്നെ CE കയറിയതിനു ശേഷം ഈ രണ്ടാമത്തെ ഈ ക്യാൻഡിലിന്റെ അവിടെ ഒരു റിജക്ഷൻ കിട്ടുന്നത് കണ്ടുകൊണ്ട് ഒരു 20 പോയിന്റിന്റെ പ്രോഫിറ്റിൽ ബുക്ക് ചെയ്തു. പക്ഷേ അതിനുശേഷം ഞാൻ മാർക്കറ്റ് കണ്ടു, ഇങ്ങനെ കയറി പോകുന്നതെല്ലാം ഞാൻ കണ്ടു. പക്ഷെ ഞാൻ എന്തുകൊണ്ട് എടുത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്റെ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഒരു ട്രേഡ്, പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും ഒരു ദിവസം ഒറ്റ ട്രേഡ്, അത്രേ ഉള്ളൂ. അങ്ങനത്തെ ഡിസിപ്ലിൻ ഫോളോ ചെയ്ത് റെഗുലർ ആയിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതേപോലത്തെ നല്ല ട്രെൻഡിങ് ഡേറ്റ് ഹോൾഡ് ചെയ്യാൻ പറ്റും. ഹോൾഡ് ചെയ്ത് നമുക്ക് നിൽക്കാൻ പറ്റും. ഓക്കെ, ഇന്നത്തെ പോയിന്റ് ഓഫ് കൺട്രോൾ 72 രൂപയാണ്, 72 റുപ്പീസ് ആണ്. സപ്പോർട്ട് 49 രൂപയാണ്. ഇന്നലെ നമ്മൾ സപ്പോർട്ട് പറഞ്ഞിരുന്നു, 80 രൂപ എന്ന് പറഞ്ഞൊരു സപ്പോർട്ട് പറഞ്ഞിരുന്നു. 25,450 എവിടെ സപ്പോർട്ട് എടുത്ത്, എവിടെ സപ്പോർട്ട് എടുത്ത് റിവേഴ്സൽ ആയി എന്നുള്ളത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അതേപോലെ ഇത് ഡേ ക്യാൻഡിലിൽ പോകുമ്പം എൻഗൾഫിംഗ് എന്ന് പറയുന്ന ഒരു പോയിന്റ്, എന്താ പറയാ, ഒരു ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺ ആണ്. ഇത് എൻഗൾഫിംഗ് എന്ന് പറയുന്ന ഒരു ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺ ആണ് ഡേ ക്യാൻഡിൽസ്റ്റിക്കിൽ. ഓക്കെ, ഡേ ക്യാൻഡിൽസ്റ്റിക്കിൽ. പക്ഷെ ഇത് അങ്ങനെ ഫുള്ളായിട്ട് വിചാരിച്ച് ഇന്നലെ ആരൊക്കെ ഹോൾഡ് ചെയ്തേക്കുന്നോ, ചില സമയങ്ങളിൽ അവർക്ക് പണി കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. ഈ റേഞ്ചിനകത്ത് തന്നെ ക്ലോസ് ചെയ്യും. അതായത് എക്സ്പയറി 700 ആയിരിക്കും എന്ന് പറഞ്ഞിരുന്നു, ഇന്നലെ വോയിസ് മെസ്സേജിലും പറഞ്ഞിരുന്നു ടെലഗ്രാം ചാനലിൽ. അതുകൊണ്ട് ഈ റേഞ്ചിനകത്ത് തന്നെ ക്ലോസ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. ഫ്ലാറ്റ് ഓപ്പൺ ആയാലും ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആയാലും നമുക്ക് റിവേഴ്സൽ നോക്കാവുന്നതാണ്. പിന്നെ ഈ ഒരു റേഞ്ചിനകത്ത് 675 അവിടെ തന്നെ ക്ലോസ് ചെയ്യാനായിട്ട്, എക്സ്പയറി തീരാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ്. വീണ്ടും ഒരു വീഡിയോയിൽ കണ്ടുമുട്ടാം. കണ്ടതിൽ നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്.